ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. മെയിനായിട്ട് കുറേ ദിവസമായി ഞാൻ വീട്ടിലേക്ക് പോയിട്ട്. പിന്നെ താത്ത വരുന്നുണ്ട്, താത്തയും താത്താൻ്റെ കുട്ടിയും വരുന്നുണ്ട്. കുറേ ആയി കണ്ടിട്ട്. അപ്പോൾ അവളൊന്ന് കാണണം. പിന്നെ മെയിനായിട്ട് ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കാണുന്നവരെല്ലാവരെയും അനിയത്തിക്ക് വേണ്ടി വിഷ് ചെയ്യണം കേട്ടോ. അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് പോകണം. വലുതായി കഴിക്കണമെന്നില്ല, ഞങ്ങൾ 4 മക്കൾ മാത്രമായിട്ടൊരു ഒത്തുകൂടൽ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇക്ക വരുന്നില്ല, ഇക്കാക്ക് വർക്കുണ്ട്. അപ്പം ഇക്കാരെ വർക്കിന് വിട്ടിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വിട്ടിട്ട് വേണം എനിക്കും പോകാൻ. ഇപ്പോൾ രാവിലെ തന്നെ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ അടിച്ച പണിയില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് പാലെടുത്തിട്ട് വരില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ മേലെ മതിലിൻ്റെ മേലെയാണ് പാല് വെക്കാറ്. അപ്പോൾ മുന്നേ വെച്ച പാൽക്കുപ്പി അവിടെ വെച്ചിട്ട് അതെടുത്തിട്ട് വന്നു. പിന്നെ ഇക്കാനെ വന്ന് നോക്കിയപ്പോൾ പൂരം ഇറക്കട്ടോ. ഇക്കാന്ന് ആർത്ത് വിളിച്ചിട്ടും ഒരു അനക്കില്ല മോൾക്കും പാപ്പാക്കും. അതിനുശേഷം അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ചോറ് ഏകദേശം വേവാറായി, പുട്ടൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അതൊരു സമാധാനം. അപ്പോൾ പാലൊക്കെ കാച്ചി ഞാൻ ചായ വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം ചായ കുടിക്കുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ ചായ ഒന്നും കുടിക്കില്ല. അങ്ങനെ വിളിച്ച് മടുത്തിട്ട് ഒരാൾ എണിച്ച് വന്നിരിക്കണം. അപ്പാണ് കേട്ടോ രാവിലത്തെ. അപ്പം ഞാൻ വീഡിയോ എടുക്കണപ്പോൾ വലിയ മൈൻഡ് ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അന്തം വിട്ട് നോക്കാം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഒരു ഹായ് കാണിക്കുക പറഞ്ഞപ്പോൾ ഹായ് കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നിൽക്കാൻ്റെ തലയിൽ ഇതൊക്കെ ഒന്ന് ജടയൊക്കെ ഒന്ന് അറുത്ത് നല്ല വൃത്തിയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് വന്നാലാണ് കുളിക്കാൻ പോകുക. അല്ലാണ്ട് സ്വയം ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പം ഞാനത് ശീലമാക്കി. അപ്പം ഞാനങ്ങനെ രാവിലത്തെ ആ പരിപാടി തന്നെ കുറച്ച് നേരം മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് റിലാക്സ് ആക്കിയുമ്പോഴത്തേലും ഇവർ കുളിച്ചിട്ട് വരും കേട്ടോ. അപ്പോഴത്തേലും എനിക്ക് ബാക്കി പണി നോക്കാമെന്ന് വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുളിക്കാൻ പോയി കേട്ടോ. രാവിലത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുട്ടൊക്കെ ആയി, മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. ഇത് ചോറായി, ഇതാ മീൻകറി ഇവിടെ റെഡിയാണ്. ഇക്കാക്ക് കൊണ്ടുപോകാനുള്ള കാര്യമൊക്കെ ആയിരുന്നു. സമാധാനം, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി കുഞ്ഞാറ്റിനെ എണിപ്പിക്കുക, ഇക്കാക്ക് ഫുഡൊക്കെ കൊടുക്കുക, ഞാൻ കഴിക്കുക, ഡ്രസ്സൊക്കെ മാറ്റുക, പോവുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് പുട്ടും മുട്ടയും പഴമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. പുട്ടിൽ കാപ്പി വെച്ചിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി എന്തായാലും വേഗം ചൂടാറാൻ ചോറും കറിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചൂടാറുമ്പോൾ വിളമ്പി കൊടുത്താൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ അനക്കൊന്നും ഇല്ലാതെ എണിച്ച് വേണം. അല്ലെങ്കിൽ എന്തായാലും ഇത് പറഞ്ഞിട്ട് കുറേ വാശി പിടിക്കൽ രാവിലെ ഒന്നും അതൊന്നും കണ്ടില്ല കേട്ടോ. ആണോ ഗായ്സ്, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി പോവാൻ നിൽക്കണം കേട്ടോ. എന്നിട്ട് പോവാ കുഞ്ഞെ പോവാ. ഇപ്പോഴാണ് ബസ്. പിക്ക പോയിട്ടോ, ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പം എന്തായാലും പോയിട്ട് വേണം. ബായ്. ഇത് ഗായ്സ്, ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. താത്താൻ്റെ കുട്ടിയായിട്ട് കുഞ്ഞാറ്റ ഒരേ കളിയാണ്. ഇതാണ് താത്താൻ്റെ കുട്ടിയിട്ട്. അവന് ഭയങ്കര നാണമാണ്. അവൻ അങ്ങനെ സംസാരിക്കാനൊന്നും ആയിട്ടില്ല. ഇവർ ഒരാഴ്ച വ്യത്യാസമാണ് കേട്ടോ. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് താത്ത പ്രസവിച്ച്, അങ്ങനെയാണ്. അപ്പോൾ അവർ രണ്ടാളും ഭയങ്കര സ്നേഹമുണ്ട് അവർക്ക്. അങ്ങനെ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ താത്ത ഉപ്മാവ് കാര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട അവളുടെ. അത് കഴിഞ്ഞ് അവരുടെ കുറേ കളികളും ഇതൊക്കെ കണ്ടവർ കുറേ നാൾക്ക് ശേഷം അവർ കാണുകയാണ്. അപ്പോൾ അവർ കുറേ ഇങ്ങനെ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റെ അനിയത്തിക്ക് ബർത്ത്ഡേക്ക് ഉമ്മ അടിച്ചു കൊടുത്ത ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വൈറ്റിൽ കോപ്പർ വർക്ക് വരുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാനൊന്നും കഴിക്കാണ്ട് വന്നപ്പോൾ കുറച്ച് ഉപ്മാവൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് വെള്ളം തയ്ച്ചപ്പോൾ അവൻ കൊടുക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹമാണത്. അപ്പോഴാണ് ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ബിരിയാണി വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കും. താത്ത കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. താത്താനെ കണ്ടാൽ എപ്പോഴും ഞാൻ മടിച്ചാണ്, ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെ ബിരിയാണി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റി അതും ഒരേ കളിയാണ് കേട്ടോ. അവർ അങ്ങോട്ടും കൊടുത്തിട്ട് ഇങ്ങോട്ടും കൊടുത്തിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതോ എന്ത് ചെയ്യണേ? ചുച്ചുപ്പയുടെ ഉറങ്ങേ? അത് ശരി. പാപ്പ പിടിച്ചോ? എന്താ വിശേഷം? ഷോണട്ടോ? ഏത് ഭാഷ?
പാട്ട് പാട്. വാപ്പാന്റെ ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ അവന്റെ പാട്ടുമേളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് താത്ത കാട്ടി കൊണ്ട് വരുന്നത് കേട്ടോ. രണ്ടാളും ഇടയ്ക്ക് തല്ലുകൂടും ചെയ്യും, അതേപോലെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവള് അറിയാണ്ട് തട്ടിയതാണ്. അപ്പൊ അതിന്റെ പരിഭവം പറയാൻ വന്നാട്ടോ അവൻ. പിന്നെ ഒരേ ഡാൻസാണ് കേട്ടോ. പാട്ട് വെച്ച് കൊടുത്ത് പറയണ്ട, ഇവിടെ 18 ആക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പിട്ട് അവസാനം എന്താ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് രണ്ടാളും ഇപ്പം തേവട്ട് വീണു കേട്ടോ. അങ്ങനെ നല്ലൊരു വീഴ്ചയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാര്യമില്ലാണ്ട് അടിച്ചു വന്ന് ഒരേ പിന്നെയും ഡാൻസാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇറച്ചി പൊരിക്കലും കഴിഞ്ഞു. എന്താ കുട്ടികൾക്ക് നല്ല വിശന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടാളിരുന്ന് കഴിക്കുകയാണ്. അവന് പിന്നെ താത്ത വാരി കൊടുക്കാണ്ട് കഴിക്കില്ല. കുഞ്ഞാറ്റങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് നന്നായി വിശന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ താത്താൻ്റെ കുട്ടിനോട് എങ്ങനെയുണ്ട് ഫുഡ് ചോദിച്ചപ്പോൾ അവനോ മാമു സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ അങ്ങനെ സംസാരിക്കാൻ ആയിട്ടില്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ആംഗ്യമൊക്കെ കാണിച്ച് ഒപ്പിക്കും കേട്ടോ. നല്ല രസമാണ് അവനോട് സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങളും എല്ലാവർക്കും ഉള്ള ഫുഡ് വിളമ്പി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും ഇമ്മയും ഒരേപോലെ സാരി എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ സാരി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സാരി എടുത്ത് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റിൽ അറിയാം. എൻ്റെ സന്തൂർ മമ്മി ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇതാണ് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ കാരി കേട്ടോ. ഡ്രസ്സ് ഉമ്മ അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അമ്മയും താത്ത എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നാളായി ഇതേപോലെ ഒത്തുകൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് കുറേ നാളായിട്ടോ. കല്യാണം കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഒത്തുകൂടലൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പോവാൻ സമയമായി. അപ്പോഴത്തെ അതിൻ്റെ ഉള്ളിൽ അവൾക്കൊരു കേക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ കാണാണ്ട്. അപ്പം അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാണിച്ചു. അങ്ങനെ ഇതാ കേക്കൊക്കെ അവൾ കാണാണ്ട് ഒളിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ ഒരേ ഫോണിൽ കളിയാണ് റൂമിലിരുന്നിട്ട്. പിന്നെ അതാ കേക്കൊക്കെ റെഡിയാക്കി. ഇന്നത് അവൾ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ റൂമിൽ പോയിട്ട് വിളിക്കണം. ഇപ്പോഴത്തേലും കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേക്ക് എടുത്തിട്ട് വരികയാണ് കേട്ടോ. വിപ്പയും കിടക്കണം. വിപ്പാനെയും ഒന്ന് എടുപ്പിച്ച് വിടണം. അങ്ങനെയുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കേക്ക് മുറിക്കുക, അത് നമ്മുടെ ഒരു സന്തോഷത്തിന്. എനിക്ക് വൈകുന്നേരം എനിക്ക് പോവാൻ സമയമായി. പൂവും വേണം അപ്പം തന്നെ. അങ്ങനെ ഞാൻ അവളുടെ ഒരു ഇത് നോക്കാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ പാട്. ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ഇതാ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുക്കുകയാണ്. വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല. ഫുഡ് ഉണ്ടാക്കി ഇതാ ചെറിയ ഒരു കുഞ്ഞ് കേക്ക് മുറിച്ചു. എനിക്കും പോകാൻ സമയമായല്ലോ. കാരണം ഇക്ക വന്നിട്ടില്ല. അപ്പോൾ എനിക്കും ഒരു 5 മണിയാകുമ്പത്തേനും പോകണം. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. അതേപോലെ മാഷാ അല്ലാഹ് അതേപോലെയൊക്കെ ഹാപ്പി ആയിട്ട് നടന്നു. അങ്ങനെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കാര്യമൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയ പിന്നെ പറയേണ്ട കഴിയേയില്ല. എത്ര എടുത്താലും മതിയാവില്ല. അങ്ങനെ ഒരു 4 ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞ് സമയം പോയെന്ന് അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് പോവാൻ സമയമാകുമ്പോൾ ഫുഡ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇതാ കോങ്ങാട് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഒക്കെ പണി വിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബസ് പിടിച്ചിട്ട് കോങ്ങാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കോങ്ങാട് ചന്ത നടക്കുന്ന തിങ്കളാഴ്ചയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് കോങ്ങാട് മൊത്തം. നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ലേറ്റ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബസ് എടുക്കാൻ 1.5 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഞങ്ങൾ വീട് ഇതപ്പം എത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത വീഡിയോകൾ കാണുന്നവരേക്കും
അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.